ഒരു RS ഓട്ടാൻ കിട്ടിയിരിക്കുകയാണ്. നമ്മൾ കുറച്ച് ചെക്കന്മാർ വന്നിക്കണം കേട്ടോ. ഞാൻ അവരെ കാണിച്ചു തരണ്ടേ, അവരെ വണ്ടിയാണിത്. ഒച്ച കിട്ടും കേട്ടോ ആദ്യം. പൊളി വീട്ടോ ശബ്ദം കേട്ടോ കളി. പൊളിന്റെ കുട്ടാ, ഒരു ബുള്ളറ്റ് പോയാലത് കിട്ടൂല. പൊന്നളിയോ ശബ്ദത്തിന്റെ പൊന്ന്. ഇത് റോട്ട് കൊടുക്കുമ്പോഴുള്ള പായലുണ്ടോളിയെ. സാധനം പൊളി. ഇവരെന്തിനാ വന്നിക്കണേ സത്യത്തില്? ഞാൻ കുറച്ച് മുമ്പ് കണ്ടാട്ടോ വരെ. അപ്പോൾ ഒരു ഫുഡ് ആയിട്ട് വന്നിട്ടാണ് എന്നെ കാണാൻ. എനിക്ക് പെരുന്തൽമണ്ണക്ക് അറിയാം. നിങ്ങളെ കാണിക്കണോ വേണ്ടാന്ന് പറഞ്ഞു. നിങ്ങളെ കാണിക്കണോ? ആ ഇയാള് വേൾഡൊക്കെ കറങ്ങി വന്ന കേട്ടോ. കട്ടിയും ഇയാളാണ് ഈ ഒരു ഇടത്ത് ഭാഗത്ത് നിൽക്കുന്ന ആളാണ്. നമുക്ക് ഫുഡൊക്കെ കൊണ്ടുവന്ന് ഫുഡൊക്കെ ഉണ്ട് കേട്ടോ. ഫുഡായിട്ടൊക്കെ വന്നിക്കുക. വീട്ടിലൊക്കെ ഉണ്ടാക്കിയിട്ട് ചപ്പാത്തി എന്തൊക്കെ കൊണ്ടുവന്നിക്കണ്. എൻ്റെ പൊന്നിടാവേ, അദ്ദേഹത്തിൻ്റെ വണ്ടി കേട്ടോ ഈ കാണുന്നത്. KL 59Q. ആരെങ്കിലും എവിടെയെങ്കിലും വെച്ച് കാണുകയാണെങ്കിൽ നമ്മളെ സഹായിച്ച ഒരാളാണെന്ന് മനസ്സിലാക്കുക. ഈ ഒരു വണ്ടിയാണ് ഇപ്പോൾ നമ്മൾ ഓടിച്ചു വന്നത് കേട്ടോ. ഇതൊക്കെ മല്ലു ട്രാവലിൻ്റെ ഫാൻസാണ് ഈ കാണുന്ന നോക്കട്ടോ ചെക്കന്മാർ. നിങ്ങളെ പേര്, എൻ്റെ പേര് പറഞ്ഞാൽ എൻ്റെതോ അതാ. ഇവരൊക്കെ മല്ലു ട്രാവൽ. ഇവിടെ എക്സ്പ്ലോറിയൻ മല്ലു കണ്ടിട്ട് മല്ലു ട്രാവലിൻ്റെ ഫാൻസ് കേട്ടോ. വേരിയോട് പേരെന്താ പറഞ്ഞേ? അസീർ. ഞങ്ങൾ പോട്ടെ കാണാട്ടോ. നാളത്തെ വീഡിയോയിലുണ്ടാവും കേട്ടോ. നിങ്ങൾ യൂട്യൂബിൽ വരും കേട്ടോ. യെസ്, ടാറ്റാ. ഇതാ കണ്ടോ കുപ്പം പാലത്ത് മുകളിലാണ് സുഹൃത്തുക്കളെ നമ്മൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്ത് മനോഹരമായ കാഴ്ചകൾ. ഹായ്, നമസ്കാരം. എക്സ്പ്ലോറിംഗ് മല്ലുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ കാസർഗോഡ് നിന്ന് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കാസർഗോഡ് നിന്ന് നേരെ കണ്ണൂരിലോട്ട് എത്തിട്ടോ. കണ്ണൂരിൻ്റെ കാഴ്ചകളാണ് ഇനി മുതൽ വരുന്നത്. ആദ്യമായിട്ട് ആ ഒരു കാര്യം പറയട്ടെ. ഇപ്പോൾ കൃത്യം ഞാൻ ഈ ഒരു കാഴ്ച കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, ഇപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചിരുന്ന ഈ ഒരു വീടിൻ്റെ തുടക്കത്തിൽ കാണിച്ചിരുന്ന പാലാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാ കേട്ടോ ആ ഒരു പാലം നോക്കണേ. അതിൻ്റെ ഒരു മനോഹരമായൊരു കാഴ്ച ഇവിടുന്ന് നിന്നാൽ കാണാം. ആ ഒരു പാലം കേട്ടോ. അതിൻ്റെ മുകളിലൂടെയുള്ള വിഷ്വലാണ് ഇപ്പോൾ നിങ്ങൾ നേരത്തെ കണ്ടത്. ഇത് കിടുക്കാച്ചൊരു പുഴ കേട്ടോ. അടിപൊളിയൊരു പുഴ. നിങ്ങൾക്ക് ഇവിടെ നിന്നാൽ കാണാം. ഒരു രക്ഷയില്ല കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കണ്ണൂർ ജില്ലയിൽ കാസർഗോഡിൻ്റെ ബോർഡർ കഴിഞ്ഞിട്ട് കണ്ണൂർ ജില്ലയിലേക്ക് ചാടി എന്നിട്ട് ആദ്യ ഡെസ്റ്റിനേഷനാണ് നമ്മൾ പിടിക്കാൻ പോകുന്നത്. കോട്ടക്കുന്നിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത് കേട്ടോ. ഇപ്പോൾ ഏകദേശം ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഈ ഇൻട്രോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഒരു 10, 10:30, 11 മണിയായിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് ഈ ഒരു ഇൻട്രോ ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി വൈകുന്നേരമായിട്ടല്ലാതെ നമുക്ക് എന്താവും പറ്റില്ല, ആ ഒരു മലമുകളിലേക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ ഏകദേശം ഒരു 3, 3:30 ഒരു 4 മണിക്ക് നമുക്ക് ആ ഒരു മല കയറേണ്ടതുണ്ട്. എങ്ങനെയാണ് അവിടേക്ക് കയറുക, എന്താ കാര്യങ്ങളൊന്നും അറിയില്ല. അവിടേക്ക് കയറിയിട്ട് മാക്സിമം ഇന്ന് എക്സ്പ്ലോർ ചെയ്യട്ടോ. അപ്പോൾ ആ ഒരു കാഴ്ചയായിരിക്കും ഇന്ന് സ്റ്റേ അടിച്ച് നിൽക്കുക. കണ്ണൂർ ആദ്യ ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്ന റൂട്ടാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പോക്കറ്റ് റോഡാട്ടോ. ആദ്യം നമ്മൾ ഒരു ജില്ലയിൽ വന്നാൽ ആദ്യം ഉള്ളേരിയിൽ കറങ്ങിയിട്ട് മാത്രമാണ് ഫേമസ് ആയ സ്ഥലങ്ങൾ കറങ്ങുള്ളൂ, എക്സ്പ്ലോർ ചെയ്യുള്ളൂ. ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നല്ല മുട്ടം വെയിൽ കൂടിയാണ്. നമ്മൾ ഈ എക്സ്പ്ലോർ ആ ഒരു കൃത്യ സ്പോട്ടിൽ എക്സ്പ്ലോർ 3, 3:30 അല്ലെങ്കിൽ 4 മണി സമയത്താണ്, വെയിലില്ലാത്ത സമയത്ത്. അപ്പോഴാണ് ആ ഒരു കിടിലൻ വൈബ് നമുക്ക് സമ്മാനിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന റൂട്ടാണ് ഇപ്പോൾ നിങ്ങൾ
നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഒരു ഉള്ളേരി കൂടിയാണ് നമ്മൾ പോകുന്ന റൂട്ട്. ഡെസ്റ്റിനേഷൻ എന്നുള്ളത് കോട്ടക്കുന്ന് കേട്ടോ, കണ്ണൂർ ജില്ലയിൽ കോട്ടക്കുന്ന്. എൻ്റെ മോനെ പല വഴികളുണ്ട്. ഇവിടുന്ന് ഇടത്തോട്ട് എന്നാണ് പറഞ്ഞത്. അവിടെ ഒരു ഇക്കയോട് ചോദിച്ചപ്പോൾ ഇപ്പം മുട്ടം വെയിലാട്ടോ, ഒന്നും കാണാൻ പറ്റില്ല. നമ്മൾ നേരത്തെ ഒരു പാലം ഷൂട്ട് ചെയ്തിരുന്നു, ഒരു പുഴ ഷൂട്ട് ചെയ്തിരുന്നു. ആ ഒരു പുഴയും ആ ഒരു പാലവും ഇവിടെ നിന്നാൽ കാണാം. നല്ല മനോഹരമായിട്ട് ആ ഒരു അങ്ങാടി മൊത്തം കാണാം എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഈ ഒരു ഡെസ്റ്റിനേഷൻ നമ്മൾ കവർ ചെയ്തിട്ട് കണ്ണൂരിലേക്ക് കിടക്കുന്നത് കേട്ടോ. ഈ ഡ്രസ്സ് കയറുന്ന സിമ്പിൾ ആൻഡ് ഹമ്പിളായിട്ട് കയറുന്നു. സിമ്പിൾ, വെറും സിമ്പിൾ 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 ഡിമ്പിൾ. മനോഹരമായ കാഴ്ച കേട്ടോ. ഈ ഒരു വെയിലുണ്ടായതുകൊണ്ടാണ് ഇത്ര ഒരു ഇതിൽ വൈബില്ലാതെ കാണുന്നത്. ഇവിടെ ചായക്കടിയും കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ലൊരു കുന്നിൻ്റെ മുകളിലെത്തിയേ. ഇവിടെ വീടുകളും പല കെട്ടിടങ്ങളും ചെക്കന്മാരൊക്കെ വൈബടിച്ച് ചില്ലാക്കുന്നു. ഇവിടെ പല കടകളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ എവിടെയെങ്കിലും നമുക്ക് ഇരുന്നിട്ട് ഒരു 4 മണിക്ക് വേണം എക്സ്പ്ലോർ തുടങ്ങാൻ. അവസാനം നമ്മൾ ബുള്ളറ്റ് ഇവിടെ വെച്ചിട്ടുണ്ട്. എന്നിട്ടാണ് നമ്മൾ ഈ ഒരു ഡെസ്റ്റിനേഷനിലേക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം സ്ഥലം എന്ന് പറഞ്ഞാൽ കോട്ടക്കുന്ന് ഭാഗത്താണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കേട്ടോ. ഇനി വരുന്ന വീടുകളൊക്കെ നമ്മൾ കണ്ണൂരിൻ്റെ നല്ല അടിപൊളി കാഴ്ചയായിരിക്കും. ഇന്ന് ഏകദേശം നമുക്ക് ഈ ഒരു ഭാഗങ്ങളിലായിരിക്കും സ്റ്റേ ചെയ്യുക. ഇവിടെ ഒരു ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമ്മൾ നേരത്തെ പരിചയപ്പെടുത്ത ഇക്കമാരാട്ടോ. പറയും നിങ്ങൾ വേറെ എന്താണ് പേര് മാത്രം പറഞ്ഞോളൂ. അൽത്താഫ്, നിങ്ങൾ പേര് പറഞ്ഞോളേ. പേര് പറയും സാജിദ്. അപ്പോൾ ഓർക്ക് സംസാരിക്കാൻ കൊണ്ടാണ് നമ്മൾ ഓല് കാണിക്കുന്നില്ല, പേര് മാത്രം പറഞ്ഞിട്ടോ. ഇവിടെയുള്ള കാഴ്ച എന്ന് പറഞ്ഞാൽ ഈ ഒരു ഈവനിങ്ങിലൊക്കെ വന്നിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്ലേസ് തന്നെയാണ്. അടിപൊളിയാണ്. യെസ്, ഇവിടെ ഒരുപാട് ചെക്കന്മാരുണ്ട് കേട്ടോ. ഞാൻ വന്ന മുതൽ ഇവിടെ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി പ്ലേസ് തന്നെയാണ്. എടുത്തു പറയേണ്ടത് നമ്മൾ നേരത്തെ ആ ഒരു ഈ വീടിൻ്റെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഇവിടുന്ന് ആ ഒരു പാലം ഒരു പുഴയും കാര്യങ്ങളൊക്കെ കാണാം. ആ ഒരു നല്ല കിടുക്കാച്ച് വ്യൂ പോയിൻ്റാണ്. പിന്നെ പ്രധാനമായിട്ടും ഈവനിങ്ങിലൊക്കെ വന്നിരിക്കാൻ പറ്റിയ നല്ല പ്ലേസാണ് കേട്ടോ. ആരെങ്കിലും ഈ ഒരു ഭാഗത്ത് എക്സ്പ്ലോർ ചെയ്യാത്തുണ്ടെങ്കിൽ മാക്സിമം വന്ന് എക്സ്പ്ലോർ ചെയ്യേണ്ട നല്ലൊരു കിട്ടുന്ന പ്ലേസ് തന്നെയാണ്. എടുത്തു പറയണം കേട്ടോ. ആ ഒരു പുഴയും അതുപോലെ അവിടുത്തെ നമ്മൾ നേരത്തെ ആ ഒരു വീടിൻ്റെ തുടക്കത്തിൽ കാണിച്ച ഒരു പാലവും കാര്യങ്ങളൊക്കെ കാണാം. അതുപോലെ ഈ ഒരു കിടിലം ഒരു പെരകളും അതുപോലെ ഈ ഒരു ഭാഗം മൊത്തം നല്ല രീതിക്ക് കാണാമെന്നുള്ളത് ഇവിടെ ഒരു ഹൈലൈറ്റാണ്. അപ്പോൾ വന്നിട്ട് മാക്സിമം എക്സ്പ്ലോർ ചെയ്യാം കേട്ടോ. ഇനി ഇവിടുത്തെ രാവിലത്തെ ഒരു വൈബും കൂടി ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താം. എന്നിട്ടായിരിക്കും നമ്മുടെ ഈ ഒരു വീഡിയോൻ്റെ വൈൻഡപ്പ്. അപ്പോൾ കണ്ണൂരിൻ്റെ ഓരോ ഡെസ്റ്റിനേഷനും എല്ലാം നമ്മൾ ഉള്ളേരിയയിലൊക്കെ പോയിട്ട് മാക്സിമം എക്സ്പ്ലോർ ചെയ്യും. ഇവിടുത്തെ ചെക്കന്മാരോട് നമുക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കാം കേട്ടോ. എങ്ങനെ ഉണ്ട് എന്ന് നമുക്ക് ചോദിക്കാമല്ലോ. ഇവിടെ എന്തോ ഒരു സംഭവം ഉണ്ടേ. ഇതെന്താണ് അതൊന്ന് തുറക്കി. യെസ്, എന്നാ ഒരു ക്ലാസ് എടുക്കി. നിങ്ങൾക്ക് വേണോ എടാ നിങ്ങളെ നാടെവിടെ? നിങ്ങൾ എപ്പോഴും വരുന്ന സ്ഥലം ഉണ്ട് അല്ലേ? എങ്ങനെയുണ്ട് ഇങ്ങോട്ട് വരുന്നവരോട് എന്താ പറയാനുള്ളത്? എന്താ പറയുക, ഈവനിങ് വീഡിയോ എത്തിയാ പിന്നെ 2 പോക്കാം. പറടാ വരൂട്ടോ. 18 പ്രശ്നം തരുമോ? അപ്പോൾ ചെക്കന്മാരൊക്കെ ഭയങ്കര ചില്ലാക്കലും വൈബാക്കലൊക്കെയാണ്. നമുക്ക് ഇവിടെ എന്തോ ഒരു സംഭവം ഉണ്ടായിരുന്നു. എന്താ അറിയില്ല. അതൊന്ന് കുടിച്ചു നോക്കിയിട്ട് ഇതിനെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. ഒന്നുമില്ല, ഇവിടുത്തെ സ്ഥലം പരിചയപ്പെടുത്താ. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ഈ സ്ഥലത്തെ കുറിച്ചിട്ട്? ഒന്നും പറയാനില്ല. എന്തെങ്കിലും ഇത് വെറും കുന്നും മൊട്ടയാണ് പോലും. ശരിക്കാണ് ഇത് കോട്ടക്കുന്നാ പോലും. ഇങ്ങനെയായില്ലേ, നല്ല എത്ര വീടും നല്ല ഇതായില്ലേ. എന്താണ് എന്നാലും വ്യൂ ഒക്കെ കാണാല്ലേ? അടിപൊളിയല്ലേ? സെറ്റ് കേട്ടോ. അപ്പൊ അങ്ങോട്ട് കാണുമല്ലോ. നിങ്ങൾ പിന്നെ ഈ ഒരു സമയം എപ്പോഴും വരലുണ്ടോ ഇവിടെ? ഇപ്പൊ ഞാൻ മഴയെ പിന്നെ വന്നില്ല, മറ്റു വരും. ഇവിടെ ഒരുപാട് ആൾക്കാർ വരുന്ന സ്ഥലമാണോ? വെള്ളിയാഴ്ച ശനിയാഴ്ചയുടെ ഫുൾ വണ്ടിയാണ് അവിടെ. ഞായറാഴ്ചകളിലോ? അതെ, വെള്ളിയാഴ്ച ഞായറാഴ്ച നല്ല തിരക്കുണ്ടോ? ഞായറാഴ്ച ഭയങ്കരാണ്. വെള്ളിയാഴ്ച ഇവിടെ ഫുട്ബോൾ കളിയില്ലേ? അവിടെ ഫുട്ബോളും ഉണ്ടല്ലേ? അവിടെ ടർഫും കാര്യങ്ങളൊക്കെ കണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു. അതുകൊണ്ട് ഒരുപാട് ആൾക്കാർ ഈ ഒരു ഭാഗത്തൊക്കെ വന്നിട്ട് ഇങ്ങനെ ചുറ്റുപറ്റി നിൽക്കുന്നൊരു സ്ഥലമാണ്. മാത്രമല്ല ഒരുപാട് ആളുകൾ ഈ ഒരു കണ്ണൂർ എന്താ പറയുക അടിഭാഗത്തു നിന്നൊക്കെ ഒരുപാട് ആളുകൾ വീക്കെൻഡിലൊക്കെ ആയിട്ട് ഇങ്ങനെ എക്സ്പ്ലോറും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നതാണ്. ചില്ലാക്കാനൊക്കെ വരുന്നതാണ് കേട്ടോ. നല്ല കിടക്കാച്ച് വ്യൂ ആണ്. നിങ്ങൾ കാണുന്നില്ല? അടിപൊളിയാട്ടോ, സെറ്റാണ്.
അപ്പോൾ ഇതെന്താന്ന് കുടിച്ചു നോക്കിയിട്ട് ഞാൻ പറഞ്ഞുതരാം എന്താ സംഭവം എന്ന്. ഇതിന് എത്രയാണ്? 20 രൂപ. അടിപൊളി യെസ് പൊളി കേട്ടോ, നല്ല രസമുണ്ട്. ഇവിടെ ആരെങ്കിലും വരികയാണെങ്കിൽ ഇത് കുടിച്ചോണ്ടി. എല്ലാരും പറയാനോട് സൂപ്പർ പായസാണ്. ആദ്യം ഒരു ഗ്ലാസ് വാങ്ങി കൊടുത്തിട്ട് പിന്നെ എല്ലാരും ഫാമിലി അടക്കുമ്പോൾ തന്നെ വേഗം തീരും. ഞാൻ കുറച്ചാ കൊണ്ടുവന്നിട്ടുള്ളൂ. ഓ അവിടെ കുട്ടികളായിട്ടും മക്കളായിട്ടും ഒക്കെ വന്നിട്ടുണ്ട്. അവര് കുടിക്കാൻ പറഞ്ഞു കുറച്ച് കഴിഞ്ഞിട്ട്. ഇടക്കിടക്ക് വരുന്നതാണ് ഒരു അധികം പറ്റുന്നുണ്ട്. കഴിഞ്ഞ ഞാൻ എപ്പാന്ന് ഞായറാഴ്ച കഴിഞ്ഞ ബുധനാഴ്ച അങ്ങനെ വന്നില്ല. അന്നേരം എല്ലാം കുടിച്ചില്ല രാത്രി. മറന്നുപോയോ? രാത്രി എത്ര മണിവരൊക്കെ ആൾക്കാരുണ്ടാവും ഇവിടെ? ഈ ഒരു പീടിക തുറക്കലുണ്ടോ? ഈ ബാക്ക് വശത്ത് ഈ ഒരു കുന്നിന്റെ മുകളിൽ ഒരു കട വരുന്നുണ്ട്. നേരത്തെ നമ്മൾ കയറി വന്ന ആ ഒരു ഭാഗത്തും ഒരു കട, ഒരു ഹോട്ടൽ പോലത്തെ ഒരു സംഭവമൊക്കെ ഉണ്ട് അവിടെ ഉണ്ട്. ഇതെന്താ തുറക്കാത്ത? ഇയാള് വരാന്നറിയില്ല. ഇവിടെ ഇവിടെ ഐസ്ക്രീം, അങ്ങനെയുള്ള സാധനം തേച്ചുണ്ട്, വെള്ളം. അതാണ് തുറന്നാ കാണാം. അയാള് എന്താ വരാതെ? ഒരു അടിഭാഗത്ത് ആരെങ്കിലും ഈ ഡെസ്റ്റിനേഷൻ അറിയാത്തുണ്ടെങ്കിൽ വന്നിട്ട് എക്സ്പ്ലോർ ചെയ്യാട്ടോ. മാത്രമല്ല നമ്മളെ ഇതും കുടിക്കുക. ഓക്കെ, സെറ്റാക്കാം കേട്ടോ. അപ്പൊ എന്തെങ്കിലും പറയണ്ടേ? പറഞ്ഞോ. അനക്കൊന്നും പറയാനില്ല. ഈ സ്ഥലത്തിനെ കുറിച്ച് പറഞ്ഞോ. എങ്ങനെയുണ്ട് സ്ഥലം? എങ്ങനെയുണ്ട് സ്ഥലം? പൊളിയല്ലേ, അടിപൊളിയാണ്. പിന്നെ ഇവിടെ നിന്നുള്ള വ്യൂ ആട്ടോ കാണുന്നത്. കിടക്കാച്ചായിട്ട് ഈ ഒരു ഭാഗങ്ങൾ മൊത്തമായിട്ട് ഇങ്ങനെ സെറ്റായി നിൽക്കുന്ന ഒരു കാഴ്ച അല്ലേ? അടിപൊളിയല്ലേ? പൊളി. ഇനി മോർണിംഗിലുള്ള അവസ്ഥ എന്താന്ന് നോക്കട്ടെ. മോർണിംഗില് മഞ്ഞായിരിക്കും അല്ലേ? ഒരു രക്ഷയില്ല. നല്ല ക്ലൗഡ് ബെഡും കാര്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ. ഞാൻ ഇവിടെ തന്നെ സ്റ്റേ അടിക്കാണ്. നാളത്തെ വൈബും കാണിച്ചിട്ട് ഈ ഒരു വീഡിയോ അതിന്റെ ഇത് റിസോർട്ടാ വരുന്നത്. സെറ്റ് ആവൂലേ? ആ ഒരു പിന്നെ കാഴ്ചകളൊക്കെ കണ്ടിട്ടാ അയ്യോ കണ്ടിട്ട് സെറ്റായി ആ ഒരു റിസോർട്ടിൽ കേട്ടോ. ഇതിന്റെ മുതലാളി എനിക്ക് പൈസ ഒന്നും വേണ്ടി. അടിപൊളിയാട്ടോ, സെറ്റ് സ്ഥലമാണ്. ഈവനിങ്ങിലൊക്കെ വൈബ് അടിക്കാൻ പറ്റിയ നല്ല കിടിലൻ പ്ലേസാണ്. ഇനി രാവിലത്തെ ക്ലൗഡ് ബെഡും എങ്ങനെ ആ ഒരു ഫോങ്ങും കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുന്ന പ്രതീക്ഷയോടുകൂടി രാവിലത്തെ കാഴ്ചകളിലേക്ക്. അപ്പോൾ ഈ ചെക്കന്മാരിങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്, ഒരു കാട്ടുകൂടെയൊക്കെ കൊണ്ടുപോകണത്. എന്താ സംഭവം എന്നൊന്നും എനിക്ക് പറയാൻ കഴിയൂല. അവസാനം ഇനി ഓലെന്താ കാട്ടണു അത് കാണിച്ചു തരും ഞാൻ. അടിപൊളി കേട്ടോ, നല്ലൊരു കാട്. ഇവിടെ കുറേ സ്റ്റോറികൾ വിളയാടിയൊരു സ്ഥലമാണ്. അവിടെ എന്തൊക്കെയൊരു സംഭവം കണ്ടിരുന്നു. എന്താ കണ്ടത് നമ്മള്? പറയണ്ട 18+ ഉണ്ടായിരുന്നു നമ്മള്. ഏകദേശം ഒരു 2 വർഷം മുമ്പ് ഇവിടെ ഫുൾ എന്താ പറയല് മദ്യപാനവും എല്ലാം എന്താ പറയല് പെണ്ണും ഫുള്ള് എല്ലാ കാര്യങ്ങളും കൊണ്ടുവരും. കാടായിരുന്നു ഫുള്ള്. ഇവിടെ പുറത്ത് നീ കണ്ടിട്ടില്ല ഇവിടെ വ്യൂ ഒക്കെ? ഇവിടെ ഫുള്ള് കാടായിരുന്നു. പിന്നെ ഇവിടെ എന്താ പറയുക ഒരു കുറവൊന്നുമില്ലല്ലോ നമുക്ക് കുപ്പികള്. അത് ഇവിടെ പുറമേലാക്കിയിട്ടില്ലേ? പുറമേല് ഫുള്ള് കാടായിരുന്നു. ഇവിടെ 2 വർഷമായിട്ട് ഒരാൾ സ്ഥലം ഏറ്റെടുത്തിട്ട് ഇതുപോലെ ആക്കിയതാണ്. ആൾക്കാർക്ക്, ജനങ്ങൾക്ക്, ഒരുപാട് കപ്പിൾസും എല്ലാവർക്കും വന്നിട്ട് ഇരിക്കാനും. സർക്കാരാ നടത്തുന്നത്? സർക്കാരല്ല, ഇത് സർക്കാർ വേറൊരാൾ ഏറ്റെടുത്തിട്ട് ഈ സ്ഥലം ഇങ്ങനെ ആക്കിയതാണ്. സർക്കാർ കയ്യിൽ ഉണ്ടാവുമ്പോ ഇത് ഇവിടെ ഫുൾ കാട് പിടിച്ചിട്ട് ഇവിടെ പലതും നടക്കലുണ്ട്. കൂടുതൽ ഈ വൈകിട്ട് വന്ന് മദ്യപാനവും താലിലെ വീട്ടുകാർക്ക് ഒരുപാടൊക്കെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇത് ഒരാളെ ഏറ്റെടുത്ത് ഇവിടെ തളിപ്പറമ്പിൽ തന്നെ ഒരാളോ. ബിഗ് സല്യൂട്ട് അദ്ദേഹത്തിന്. സർക്കാരിനല്ല, സർക്കാരിൻ്റെ കീഴിലായിരുന്നു ഈ ഒരു സ്ഥലം എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഒരാളെ ഏറ്റെടുത്തിട്ട് കുറേ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് ഒരുപാട് നല്ല രീതിക്ക് എത്തിച്ചു. ആ ഒരു വ്യൂ പോയിൻറ്റും ആളുകൾക്കൊക്കെ അവിടെ വന്നിട്ട് വിസിറ്റ് ചെയ്യാനുള്ള ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ ആക്കി. ആൾ പൊളിയാണ്. അങ്ങനെയുള്ള ആളുകളെ നമ്മൾ നാട്ടുകാർക്ക് വേണ്ടത്. എന്ത്? യെസ്. ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്നലെ ഞാൻ കിടന്നുറങ്ങിയ സ്ഥലം കേട്ടോ. ഇത് ഞാൻ ഇന്നലത്തെ തന്നെ പറഞ്ഞിരുന്നു. ഇതൊരു റിസോർട്ടിൻ്റെ സംഭവമാണെന്ന്. റിസോർട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനുള്ളിലാണ് ഞാൻ കടന്നത്. നമ്മൾ എൻ്റെ ലഗേജും കാര്യങ്ങളൊക്കെ ഇതിന്മേൽ വന്ന് ഇനി സെറ്റാക്കാണ്ട് ഇനി ആ ഒരു വ്യൂ പോയിന്റിൽ എന്തെല്ലാം കാഴ്ചകളാണ് ഇപ്പോൾ നമുക്ക് തയ്യാറായിട്ട് അണിഞ്ഞു നിൽക്കുന്നത്. ആ മലമുകളിലൊക്കെ എന്തൊക്കെ കാഴ്ചകളുണ്ടെന്ന് നമുക്ക് നോക്കട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഇപ്പോൾ ഏകദേശം ആളുകളൊക്കെ ഇറങ്ങിപ്പോയിട്ടുണ്ട്. ഏകദേശം ഇന്നലെ രാത്രി 2-2:30 വരെയൊക്കെ ആളുകൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ടർഫ് ഉണ്ടായതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ഉണ്ടാവും എന്ന് പറഞ്ഞിരുന്നു. ഞാൻ ഒരു വ്യൂ പോയിന്റിൽ ഇപ്പോൾ അത്യാവശ്യം കോടൊന്നുമില്ല, പക്ഷേ നല്ലൊരു വൈബാണ്. പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നെറ്റിലുള്ളൊരു കാഴ്ച കേട്ടോ. നെറ്റിലുള്ള ഒരു തണുപ്പ്, നല്ല തണുത്തൊരു കാഴ്ചയാണ്. എടുത്ത് പറയേണ്ട ഒരു സംഭവം തന്നെയാണ്. അതുകൊണ്ട് ഈ ഒരു വ്യൂ പോയിന്റിലുള്ള കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ടുപോകുന്നത്.
ഇന്നലെ രാത്രി നല്ല കിടക്കാഴ്ചയായിട്ട് നല്ലൊരു ഫോഗും കാര്യങ്ങളൊക്കെ വന്നിരുന്നു. നല്ലൊരു തണുത്ത കാറ്റാണ് ഇന്നലെ രാത്രി നമുക്ക് സമ്മാനിച്ചിരുന്നു കേട്ടോ. ഇവിടെയൊക്കെ ടെൻ്റ് അടിക്കാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണ്. അത് എടുത്തു പറയേണ്ട ഒരു സംഭവം തന്നെയാണ്. ഇന്നലെ നമ്മൾ വൈകുന്നേരം കാണിച്ച അതൊരു കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ ഈ ഒരു വിഷ്വലിലൂടെ കാണുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു വൈബും കാര്യങ്ങളൊന്നുമില്ല. ഏകദേശം ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് 6:30 കേട്ടോ. 6:47 ആ ഒരു റേഞ്ചിൽ ആ ഒരു സമയത്താണ് ഇപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴുള്ളൊരു കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇവിടെ ഒരു 2-3 ആളുകൾ മാത്രമേ ഉള്ളൂ ഇപ്പോൾ. ഇനി എന്താണ് ഈ ഒരു വീഡിയോ എന്താണ് പ്രത്യേകിച്ച് കാണിച്ചാനില്ല. അപ്പോൾ രാവിലെ ഒന്നുകൂടി ഉഷാറായിട്ടുള്ള വൈബ് ഉണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. പിന്നെ പ്രധാനമായിട്ടും പറയേണ്ടത് നല്ല മഴയുള്ള സമയത്ത് രാത്രി നല്ല മഴ ഉണ്ടെങ്കിൽ ഒരു രാവിലെയൊക്കെ നമുക്ക് നല്ല കിടക്കാഴ്ചയായിട്ട് വൈബ് സമ്മാനിക്കും ഈ ഒരു ഭാഗം തന്നെ കേട്ടോ. എടുത്തു പറയേണ്ട ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ നേരെ ഇനി എന്തൊരു പരിപാടി എന്ന് വെച്ചാൽ ഇവിടെ കണ്ണൂർ എത്തി എന്നറിഞ്ഞിട്ട് ഒരാൾ ഒരു ഫംഗ്ഷന് വിളിച്ചിട്ടുണ്ട്. മാത്രമല്ല ഞാൻ കണ്ണൂർ എത്തി എന്ന് പറഞ്ഞിട്ട് കാസർഗോഡത്തെ ഒരാൾ കാസർഗോഡ് പോയോന്ന് ചോദിച്ചിട്ട് അവണി ഫുഡിന് വിളിച്ചിട്ടുണ്ട്. ഇനിയൊരു ഫുഡിൻ്റെതല്ലായിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അപ്പോൾ കണ്ണൂരിൽ ആ ഒരു ഫുഡും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. പറ്റിയെങ്കിൽ ഞാൻ വീഡിയോ എടുക്കും. പിന്നെ പ്രധാനമായിട്ടും നമ്മൾ ഇനി കണ്ണൂരാണുള്ളത്. കണ്ണൂരിൻ്റെ കെട്ടുക്കാഴ്ച വീഡിയോകളായിരിക്കും ഇനി അങ്ങോട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ കാത്തിരിക്കുക, സ്റ്റേ അടിച്ച് നിൽക്കുക, സ്കിപ്പ് അടിച്ചാതെ പവർക്ക് കട്ടക്ക് നിൽക്കുക കേട്ടോ. സെറ്റല്ലേ? പവർ കട്ടെ. ഞാനേ സംഭവം എന്താ വെച്ചാൽ ഇപ്പോൾ ഉറക്കം നീച്ചിട്ടുള്ളൂ. നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പല്ലും കാര്യങ്ങളും തേച്ചിട്ടില്ല. അതാണ് ഇപ്പോൾ ഈ ഒരു വൈക്കിളെത്തി കേട്ടോ. അത് മനസ്സിലാക്കുക. സെറ്റായിക്കുക.